ഇവനാ? തനിക്കിവനെ നേരത്തെ അറിയോ? പിന്നെ തേടിയ വള്ളി കാലെ ചുറ്റുന്ന് കേട്ടിട്ടില്ല സാറേ. കുറെ നാളായി ഞാനിവനെ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സാർ നോക്കും, ഇവനെ കൊണ്ട് ഇവന്റെ തന്തേനെയും തള്ളേനെയും കൊന്നത് ഇവനാണെന്ന് വരെ ആണയിട്ട് ഞാൻ പറയിപ്പിക്കില്ല. സാർ നോക്കും. അല്ലടാ നിന്റെ കാലൻ. കഴിഞ്ഞ തവണ നീ എൻ്റെ ഇത് രക്ഷപ്പെട്ടു. ഇത്തവണ അത് നടക്കാൻ പോണില്ല. തൂക്കണോ തണ്ടിയെ? ഇതേ കണ്ടോ, കഴുത്തിനാണ് വെട്ടിയിരിക്കുന്നത്. തൊണ്ടിയായിട്ട് അവന്റെ വടിവാളും കുന്തം കുറച്ചവർക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല സാർ, അത് ചെറിയൊരു തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നാണ്. ഈ നട്ടപ്പാതിരിക്കാണോ തെളിവെടുപ്പ്? ഇവിടെ രണ്ടാമത്തെ മുറിയിലോട്ട് ഉണ്ടോ? ഞാൻ വരാം. ആകെ നിനക്ക് സ്വന്തം എന്ന് പറയാനുള്ളത് ഈ ഒരു ചെക്കന. ഇവനെങ്ങാനും നാളെ മനസ്സുമെടുത്ത് കെട്ടിത്തൂങ്ങി ചെത്താ പിന്നെ നിനക്ക് ആരാ ഉള്ളേ? അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞങ്ങൾ നിരപരാധികള്. ചേട്ടാ, ഈ കൊച്ചിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലല്ലോ. ഒന്ന് തെളിച്ച് പറഞ്ഞോളൂ, ഇല്ലേ കിടന്ന് അനുഭവിക്കട്ടെ. കൊച്ചേ, ഇന്ന് നിന്റെ അനിയനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അവനെ കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ എഴുതി ഒപ്പിടിച്ചിട്ടുണ്ട് അവനെ വെറുതെ വിട്ടുവെന്ന്. അതൊരു ദൃക്സാക്ഷികളുണ്ട്. ഇനി ഇവൻ എവിടെ കിടന്ന് ചേർത്താലും പോലീസിന് ഇനി യാതൊരു ഉത്തരവാദിത്വം. അതുകൊട്ടെ, ഇനിയിപ്പം ഞങ്ങൾ തന്നെ ഇവനെ കൊണ്ട് ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു മരത്തിൽ കെട്ടി തൂക്കിയെന്ന് വെക്കാം. എന്നാലും ചെക്കൻ ചെത്തത് ആത്മഹത്യ എന്നേ വരും. അതുകൊണ്ടാണ് മോളെ പറയുന്നത്, നീ വേഗം ഒരു തീരുമാനമെടുക്കും. നിനക്ക് ഇവനാണോ വലുത് അതോ ആ കുരുടനാണോ? നിന്റെ മുമ്പിൽ ഒപ്പിടാതെ വേറെ ഒരു വഴിയും. ഇവനൊന്ന് എഴുന്നേപ്പിച്ച് 1-2 റൗണ്ട് ഓടിക്കടോ, ഇല്ലെങ്കിൽ ചതഞ്ഞിടത്തൊക്കെ ചോര നീരിക്കും. ഇങ്ങോട്ട് ഓടണം. ഞാൻ വരാൻ വൈകി വന്നേ, നീ കിടന്നു, നേരം വെളുക്കും. സർ, ഇവിടെ കഴിക്കാൻ വല്ലതും കിട്ടും? ഈ നേരത്ത് പിസ മതിയോ സാർ? എന്നാ ചവറായാലും മതി, പോയി വാങ്ങിച്ചോണ്ട് വാ. ശരി സാർ. നീ ഇവിടെ ഉള്ള കാര്യം ആർക്കും അറിഞ്ഞൂടാ. ഡ്രൈവറെ കൊന്നിട്ട് എങ്ങോട്ടോ ഓടിപ്പോയെന്നാ നാളെ പത്രക്കാരെഴുതാൻ പോകുന്നത്. സമ്മതിക്കുന്നവരെ നീ ഇവിടെ കിടക്കും. പൊട്ടക്കണനായതുകൊണ്ട് കിണറ്റി വീണ് ചത്താലും ട്രെയിൻ ഇടിച്ച് ചത്താലും ആരും ചോദിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് എഴുതി ഒപ്പിട്ട് തരുന്നതാണ് നല്ലത്. എന്തു പറയുന്നത്? കുറച്ച് വെള്ളം കൊടു. തിന്നാൻ വല്ലതും വേണമെന്ന് ചോദിക്കും. കുറച്ചു നേരം വിട്ടേക്ക്, ശ്വാസം വീട്ടെ. അയ്യോ, അവന് ശിവകുമാരന്റെ കൊല്ലു ചേച്ചി, കുമാരന്റെ കൊല്ലു.
ജയരാമ, കൃഷ്ണമൂർത്തി സാറിൻ്റെ കാര്യം നീങ്ങി വിട്. നീ ചെയ്തിട്ടില്ല എന്ന് തന്നെ വെച്ചോ. പക്ഷെ ഡ്രൈവറെ കൊന്ന കേസിൽ എന്തായാലും നീ കൊടുക്കും. ആവശ്യത്തിലുള്ള തെളിവുകൾ ഇപ്പം തന്നെ ഉണ്ട്. കൊല ഇപ്പോൾ 1 ആയാലും 2 ആയാലും 3 ആയാലും ശിക്ഷയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ട് നിനക്ക് എന്തെങ്കിലും കൊണ്ടുണ്ടോ ജയരാമ? ഇല്ല. അതുകൊണ്ട് എല്ലാം ചേർത്ത് അടങ്കലായിട്ട് നീ അങ്ങ് സമ്മതിച്ചേക്കും. വെറുതെ അടിയും കുത്തും ചവിട്ടൊന്നും നമുക്കിനി വേണ്ട. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇയാളൊന്നും സമ്മതിക്കാൻ പോണില്ല. സാർ ഇപ്പൊ ശരിയാക്കി തരാം. ഇതുകൊണ്ട് പപ്പു പറഞ്ഞിട്ടുണ്ട് ശരിയാക്കി. നീ വെറും സാക്ഷിയല്ല, ഞങ്ങളുടെ കയ്യിൽ നീ കൃഷ്ണമൂർത്തിയെ കൊല്ലുന്ന കണ്ട ഒരു ദൃക്സാക്ഷി ഉണ്ട്. നുണയാണ്. അങ്ങനെ ആരുമില്ല. കൊണ്ടേക്ക് കൊണ്ടുപോവാ. പോയി കൊണ്ടുപോടാ അവളെ. സർ, എന്തോ നാടോ ഇതൊക്കെ. ഇല്ല സാർ, മഹാതരികടയാണ് അവൻ. ഇത് കാണും സാർ. ഈ കേസ് ക്ലോസ് ആയി. സാർ ഒന്ന് വായിച്ചു. സർ, ഇരിക്കെ. ഇതിൽ എഴുതിയിരിക്കുന്ന വല്ലതും സത്യമാണോ? അതായത് പണത്തിന് വേണ്ടിയാണ് ജയരാമൻ കൃഷ്ണമൂർത്തിയെ കൊന്നത് അല്ലേ? ഉറക്കം പറയടി, എല്ലാരും കേക്കട്ടെ. അത് നീ കണ്ടു. അത് പുറത്ത് പറയാതിരിക്കാൻ ഇവൻ നിനക്ക് പണവും തന്നു അല്ലേ? ആണോ അല്ലേ? ഇതൊന്നും സത്യമല്ല. ഓ, നീ മാത്രം ഒരു സത്യവാൻ, ബാക്കിയെല്ലാരും കള്ളന്മാരും അല്ലേടാ? കാമുകി നിന്റെ അല്ലടാ. പഞ്ചാര വാക്ക് പറഞ്ഞ് പറ്റിച്ചപ്പോ ഓർക്കണായിരുന്നു. സാർ, വീട്ടുകാരെ ഒന്നും ഇവിടെ വിളമ്പണ്ട. ഇതപ്പെടും. സാർ, എനിക്ക് ഒരു അവസരം കൂടെ തരണം. ഒരു പക്ഷെ അയാൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയേക്കോ. ഇരിക്കടാ അവിടെ. പിന്നെ നമ്മളെ ചാട കയറാനുള്ള പരിപാടിയാണ്. സ്റ്റോപ്പ് ബുൾഷിറ്റിംഗ്. ഇല്ലാത്ത ഒരു കൊലപാതകയെ താൻ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു തന്റെ സങ്കല്പം. പോലീസിന്റെ അന്വേഷണം വഴിതെറ്റിക്കാനായിട്ട് ആ ഓട്ടോ ഡ്രൈവർ ഒരുത്തനാ തന്റെ ഈ കള്ളക്കഥകൾക്ക് തടസ്സം നിന്നത്. അതുകൊണ്ട് അവനെയും താൻ തട്ടി. ഇല്ല സാർ, എന്നെ വിശ്വസിക്കണം. തന്നെ വിശ്വസിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. താനല്ലടോ പറഞ്ഞത് അയാൾ ഭയങ്കര ബലിഷ്ഠനും ബുദ്ധിമാനും ഒക്കെ ആണെന്ന്. എന്നിട്ട് എന്താടോ തന്നെ പോലെ അന്ധനും ബലഹീനമായ ഒരുത്തനെ അയാൾ ഒരുപാട് സന്ദർഭങ്ങൾ കിട്ടിയിട്ടും വെറുതെ വിട്ടത്? അയാൾ ബുദ്ധിമാനാണ് സാർ. അതുകൊണ്ട് അയാൾക്കറിയാം അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന്. അതെന്താടോ? അയാൾക്ക് എന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അയാൾക്കെന്നല്ല, നേരിട്ട് എന്നെ വെല്ലുവിളിക്കുന്ന ആർക്കും അതിന് കഴിയില്ല സാർ. എന്താടോ താൻ സൂപ്പർമാനാ? ഒട്ടക്കണന്റെ അഹങ്കാരം കണ്ടില്ല സാറേ. സാറ് വീട്ടിൽ പോകണം സാർ. ഇത് ഞങ്ങൾ നോക്കിക്കോണം. ആദ്യം ഇവളെ കൊണ്ട് വീട്ടിൽ വിടും. സാർ, സാർ, അവസാനമായി എനിക്ക് ഒരു അവസരം കൂടെ തരണം സാർ. എനിക്കിപ്പോ അറിയാം അയാൾ അവിടെ ഉണ്ടെന്ന്. സാർ, ഇനി തളരുത്, തളരുത്. ഇടോ, ആ പുറത്തോട്ടുള്ള വാലടക്കി. അടയ്ക്കരുത്. ജയരാമ, നീ എത്ര ഉച്ചത്തിൽ നിലവിളിച്ചാലും പുറത്ത് കേൾക്കൂല. അതിനാണ് ഞങ്ങൾ ഈ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ല അടയ്ക്കരുതെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇറങ്ങി ഓടണം തോന്നിയാൽ അത് നടക്കത്തില്ല. അടിയടാവനെ.
Come on, flying away further. Until you take that